കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒന്നായിരുന്നു തിരുവല്ലയിലെ സ്പാ ബലാത്സംഗ കേസ് എന്നത്. ആ കേസിൽ ഇപ്പോഴും 3 പ്രതികൾ ഒളിവിൽ തന്നെ തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതുമാത്രവുമല്ല, ഈ കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്ന സൂചന കൂടിയാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. നിലവിൽ 3 പ്രതികൾ ആണ് ഈ കേസിൽ പിടിയിലാക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഒരാൾ പിടിയിലായ സാഹചര്യമുണ്ട്. അപ്പോഴും മറ്റു 3 പ്രതികൾ എവിടെ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ പ്രതികൾക്ക് ഇപ്പോഴും രാഷ്ട്രീയ പിന്തുണ ലഭിക്കുകയാണോ എന്ന സംശയമുയരുന്നു. പോലീസ് ഈ വിഷയത്തിൽ ഒത്തുകളിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശശിനാരായണനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശശിനാരായണൻ, ഈ സംഭവം പുറംലോകം അറിഞ്ഞതു മുതൽ ഈ പ്രതികൾക്ക് വേണ്ടി രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പോലീസ് ഈ സംഘങ്ങളുമായി കൈകോർത്തുകൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന വിമർശനം ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഈ പ്രതികൾ 3 പേർ ഒളിവിലാണ്. എന്താണ് സാഹചര്യം ശശിനാരായണൻ? അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തിരുവല്ലയിലെ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് 6 പ്രതികളാണുള്ളത്. അതിൽ 3 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 3 പേര് ഇപ്പോഴും ഒളിവിലാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു 3ാമത്തെ പ്രതിയായ വരുൺകുമാറിനെ പോലീസ് പിടികൂടിയത്. ഈ കേസിലെ 1ാം പ്രതിയായ മരണസുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ ക്രിമിനലാണ്. 11ഓളം കേസുകളിൽ പ്രതിയാണ്. കാപ്പ കേസ് പ്രതി കൂടിയാണ്. തൊട്ടടുത്തുള്ള അടുത്ത പ്രതി എന്ന് പറയുന്നത് ബെർലിൻ ദാസാണ്. ബെർലിൻ ദാസിനെയും സുബിനെയും പോലീസ് ഈ കേസെടുത്തതിനു ശേഷം ആദ്യഘട്ടത്തിന്റെ പിടികൂടിയിരുന്ന അവർ 2 പേർ റിമാൻഡിലാണ്. പിന്നീടാണ് ഇന്നലെ വരുൺകുമാറിനെ, ദ്രണ സ്വദേശിയായ വരുൺകുമാറിനെ ആലുവയിൽ നിന്നും പോലീസ് പിടികൂടിയത്. ബാക്കിയുള്ള 3 പ്രതികൾക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ നടത്തി അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഈ പ്രതികളെ പിടികൂടാതിരിക്കുന്നത് വലിയ രീതിയിലുള്ള വിമർശനത്തിനാണ് കാരണമായിരിക്കുന്നത്. 1ാം തീയതി നടന്ന കേസിലെ പോലീസ് കേസ് എടുക്കുന്നത് 2ാം തീയതിയാണ്. അത് സ്വമേധയാ പോലീസ് കേസെടുത്തെന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഈ ബലാത്സംഗത്തിനിരയായ അതിജീവിത ഇത് സംബന്ധിച്ച് പരാതി പോലീസിന് നൽകിയില്ല. അതുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അറിവോടുകൂടി സ്പെഷ്യൽ ബ്രാഞ്ചിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തന്നെയാണ് ഈ പ്രതികളെ കേസ് നേരിട്ടെടുത്ത് പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. എന്തായാലും അവിടെ തന്നെ പോലീസ് ആക്ഷൻ എടുത്തു എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ 3 പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ പിടിയിലായിട്ടുള്ളത്. പക്ഷേ വലിയ വിമർശനം പോലീസിനെതിരെ ഉയരുന്നുണ്ട്. കാരണം തിരുവല്ലയിലെ സ്പാ സെന്ററുകളുമായി ബന്ധപ്പെട്ട് പോലീസിലെ ചില ആളുകൾക്ക് ചില അവശ്യത്തെ കൂട്ടുകെട്ടുണ്ട്. അവിടെ സ്ഥിരം സന്ദർശകരാണ്, മാസപ്പടി ചെലവ് വാങ്ങുന്നു എന്നുള്ള ആരോപണമൊക്കെ ഉയർന്നിട്ടുണ്ട്. ഈ പരാമർശങ്ങളൊക്കെ നിലനിൽക്കെയാണ് ഈ ഗുണ്ടകളുമായി പോലീസിന് ചില അവശ്യത്തെ കൂട്ടുകെട്ടുണ്ടെന്ന് ഈ സ്ഥാപനത്തിന്റെ ഉടമ തന്നെ വ്യക്തമാക്കിയ കാര്യത്തിലാണ് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ, അതായത് പ്രതികളെ പിടികൂടുന്നതിനുള്ള താമസം വരുന്നതാണ് വിമർശനം ഉയരുന്ന കാര്യം. എന്തായാലും ഈ കേസ് നടന്നതിന് ശേഷം പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സമയം ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയത്. ശശിനാരായണൻ ഈ സൂചിപ്പിക്കുന്ന പോലെ ഇതിലിപ്പോൾ ഈ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായിട്ടുള്ള സുബിൻ കാപ്പ കേസിലെ പ്രതിയാണ്. ഏതാണ്ട് 10ലധികം കേസുകൾ ഈ സുബിന് നേരെയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു പ്രതി ഈ സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടെങ്കിൽ അയാളെ കൃത്യമായി നിരീക്ഷിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമല്ലേ? മാത്രവുമല്ല, ഇവർ പലരിൽ നിന്ന് പല തരത്തിലുള്ള പിരിവുകൾ നടത്താറുണ്ട് എന്ന് അറിയുന്നു. അതായത് യാത്രക്കാരായ ആളുകളെ പോലും പിടിച്ചു നിർത്തി പണം വാങ്ങാറുണ്ട് എന്നറിയുന്നു. അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്നവരിൽ നിന്ന് പണം വാങ്ങുന്നു എന്നറിയുന്നു. അപ്പോൾ അങ്ങനെ തനി ഗുണ്ടാപ്പിരിവ് നടത്തുന്ന ഒരു സംഘം, അവരിങ്ങനെ സ്വൈര്യവികാരം നടത്തുന്നുവെങ്കിൽ അത് പോലീസ് മുന്നറിയിപ്പ് നൽകുകയോ അത് മോണിറ്റർ ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടതല്ലേ? അവിടെയാണല്ലോ ഈ പ്രതികളെ ഇതിനു മുമ്പ് ഏതെങ്കിലും തരത്തിൽ തടയുന്നില്ല എന്ന പോരായ്മ നിലനിൽക്കുന്നത്. ഇങ്ങനെ ഒരു കുറ്റകൃത്യം വന്നതിന് ശേഷം പലരെയും പിടികൂടാൻ പറ്റുന്നില്ല എന്നതും വെല്ലുവിളിയായി നിൽക്കുന്നത്. തീർച്ചയായും. കാരണം 11ഓളം കേസിലെ പ്രതിയാണ് കേസിലെ 1ാം പ്രതിയായ മരണസുബിൻ എന്ന് പറയുന്ന സുബിൻ ഈ പല ആളുകളിൽ നിന്നും ഇവരുടെ നേതൃത്വത്തിൽ ഗുണ്ടാപ്പിരിവ് നടത്തിയിരുന്നുള്ള ആരോപണം വരുന്നു. ഈ പായലും ഇതേപോലെ പിരിവുമായി ബന്ധപ്പെട്ട് വന്നുള്ള തർക്കമാണ് പിന്നെ കൂട്ടബലാത്സംഗത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ക്രിമിനൽ സ്വഭാവമുള്ള പ്രതികളാണ്. കാപ്പ കേസിലെ പ്രതിയാണ് സുബിൻ. അതുകൊണ്ട് ഈ പ്രതികളെ നിരീക്ഷിക്കുക എന്ന് പറയുന്നത് ശരിയാണ്. തീർച്ചയായും അത്തരം ക്രിമിനൽ സംഘങ്ങളെ അമർച്ച ചെയ്യേണ്ടത് അല്ലെങ്കിൽ പിടികൂടേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഭാഗത്തൊക്കെ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഷ്ട്രീയ പാർട്ടികളുമായി ചില ബന്ധങ്ങൾ ഈ പ്രതികൾക്കുണ്ട് എന്നുള്ള ആരോപണം കൂടി വരുന്നു. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷവും പ്രതികളെ ഇറക്കാൻ വേണ്ടി അവിടെ തിരുവല്ലയിൽ തന്നെയുള്ള ഒരു ഈ ഭരണകക്ഷിയിലെ തന്നെ ഒരു നേതാവ് സ്റ്റേഷനിലെത്തിയതായി പറയപ്പെടുന്നു. അങ്ങനെ ആരോപണങ്ങൾ
വലിയ രീതിയിൽ ഉണ്ടാകുന്നു. അതായത് പ്രതികളെ സംരക്ഷിക്കാൻ രാഷ്ട്രീയക്കാരും പോലീസും ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഈ പ്രതികളെ പിടികൂടാൻ താമസിക്കുന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു വലിയ കൊട്ടേഷനാണ് ഇതിന്റെ പിന്നിലെന്നാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം പോലീസ് എഫ്ഐആർ എടുത്തിട്ടുള്ളത് ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും പിന്നീട് കൂട്ടബലാത്സംഗത്തിൽ എത്തി എന്നുള്ളതാണ് ഈ എഫ്ഐആർ സൂചിപ്പിക്കുന്നത്. ആ ആക്രമണത്തിന് ഇരയായ അതിജീവിതയുടെ മൊഴിയും അത് തന്നെയാണ്. പക്ഷേ ഉടമ പറയുന്നത് മറ്റ് കൊട്ടേഷൻ സംഘങ്ങൾ കൊട്ടേഷനാണ്. അതായത് ഈ സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി സമാനമായി മറ്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഉള്ള ആളുകളുടെ ചില ഗൂഢ തന്ത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അത്തരത്തിലുള്ള ആ തന്ത്രത്തിന്റെ ഫലമായിട്ടാണ് ഈ കൊട്ടേഷൻ സംഘം തന്റെ സ്ഥാപനത്തിൽ വന്ന് ഇത്തരമൊരു ആക്രമണം നടത്താൻ കാരണമെന്നാണ് ഈ സ്ഥാപനത്തിലുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ പ്രതികളെ പിടികൂടാൻ വലിയ വിമർശനം ഉയർന്നു. ഈ 3 പ്രതികളും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സംസ്ഥാനം വിട്ടെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. കാരണം 3 പ്രതികളും ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ കൃത്യമായി ഇവർ എവിടെയാണെന്നുള്ള കണ്ടെത്താനും പോലീസ് കഴിയുന്നില്ല. അതേസമയം ഇന്നലെ പിടിയിലായ വരുൺകുമാർ പിടിയിലായതോടുകൂടി വരുൺകുമാറിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ പ്രതികളെ പിടികൂടും എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. തിരുവല്ല DSPയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. പോലീസ് സ്വമേധയാ എടുത്ത കേസ്, അതായത് അതിജീവിത പരാതിപ്പെടാതെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അറിഞ്ഞ് എടുത്ത കേസായതുകൊണ്ട് തന്നെ അന്വേഷണം സുതാര്യമാണ്, കൃത്യമായ രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് ജില്ലാ പോലീസ് നേതാവ് പറയുന്നത്. പോലീസിന്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. റൈറ്റ്. എന്തു തന്നെയാണെങ്കിലും പോലീസിന് വീഴ്ച പറ്റിയില്ല എന്ന് പറയുമ്പോൾ സ്ഥിരം കുറ്റവാളികളായിട്ടുള്ള ഈ പ്രതികളെ പിടികൂടാൻ എന്തുകൊണ്ട് വൈകുന്നു എന്ന സംശയമുണ്ടാകുന്നു. രാഷ്ട്രീയ സമ്മർദ്ദം പോലീസ് നേരിടുന്നു എന്ന സംശയം കൂടിയാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.